ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BLF ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് ഡ്രാമയാണ്, ബിറ്റർ സ്വീറ്റ് ലവ്. പേര് പോലെ തന്നെ ഒരു കയ്പും മധുരവും നിറഞ്ഞിട്ടുള്ളൊരു ലവാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മുടെ സീരീസ് തുടങ്ങുന്നത് പറഞ്ഞാൽ ഒരു പഴയ കാലഘട്ടത്തിലാണ്, 1992 കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മെയിൻ ആക്ടേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ബെയിലു ഇരുന്നിട്ട് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ലുഫാങ് വരുന്നുണ്ട്. അപ്പോൾ ലുഫാങ് നടന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബെയിലു പറയുന്നുണ്ട് ഇല്ല എന്ന് പറയും. എങ്കിൽ ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴിപ്പിക്കാമെന്ന് പറയും. അമ്മ വരുന്നുണ്ട് നാട്ടിലേക്ക്. ബെയിലു പറയും വേണ്ട, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയും. ബ്രദർ ചോദിക്കും, അപ്പോൾ ലുഫാങ് എന്തിനാ വരുന്നേ, നീ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പോയി വന്നേ പറയും. അപ്പോൾ ബെയിലു പറയും എന്താണ് എനിക്ക് കാശിൻ്റെ വല്ല അത്യാവശ്യമുണ്ടോ ചോദിക്കും. എന്നെ മിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അവനൊന്ന് മടിച്ചിട്ട് പറയും ലൂഷീനെ കാണണമെന്ന് പറയും. ഈ ലൂഷി എന്ന് പറയുന്നത് നമ്മുടെ ലൂഫങ്ങിൻ്റെ ഭാര്യ, അതായത് ഈ ഇരിക്കുന്ന ബേലുവിൻ്റെ സിസ്റ്റർ. അപ്പോൾ അവനൊന്നും മിണ്ടാതിരിക്കും. അപ്പോൾ ബേലു പറയും അതിനെന്താ അവളോട് വിളിക്കാൻ പറഞ്ഞാൽ പോരേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ലൂഫങ്ങിൻ്റെ മുഖം കാണണം. അങ്ങനെ ലൂഫങ്ങിനെയും സ്വന്തം ഭാര്യനെ വിളിക്കാൻ പേടിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്രദറിനോടാണ് പറയുക. അപ്പം അവൻ ബ്രദറിനോട് പറയും ഒന്ന് അവളോട് പറയണം എന്ന് പറയും. അപ്പോൾ ബ്രദർ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ നമ്മുടെ ലൂഫങ് വീണ്ടും പറയും ചേട്ടന് ഞാൻ ഭക്ഷണം പുറത്തു കൊണ്ടുപോയി കഴിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ അവൻ പറയും ഇല്ല, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. എന്നിട്ട് അവൻ ജസ്റ്റ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ബാക്ക് സ്റ്റോറി നമുക്ക് മനസ്സിലാവാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂഫങ് അവിടെ നിന്ന് പതുക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി നോക്കിയിട്ട് പിന്നെ ഒറ്റയടിക്ക് നിന്നിട്ട് സംഭവം നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് അവൻ്റെ പാൻറ് ഊരുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതോടുകൂടി ആ ഒരു കാലഘട്ടം അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ 2 വർഷം മുമ്പുള്ള 1990കളിലേക്ക് പോവുകയാണ്. ലൂഫെങ്ങിൻ്റെ മാരേജ് നൈറ്റാണ്. അപ്പം ലൂഫെങ്ങിനെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ജസ്റ്റ് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ ഇവിടെയൊക്കെ തട്ടി മുട്ടിയിട്ട് അവൻ ഒരു റൂം കണ്ടെത്തിയിട്ട് റൂമിലേക്ക് കയറുവാണ്. ആ റൂമിൽ കയറിയിട്ട് അവൻ ഒന്നും നോക്കുന്നില്ല. പെട്ടെന്ന് കിടക്കയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അവനൊരു പെണ്ണ് ചവിട്ടിയിടും. ആ പെണ്ണ് ആരുമല്ല, അവൻ്റെ ഭാര്യ തന്നെയാണ്. എന്നിട്ട് അവൾ പറയും നീ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ കിടക്കയിൽ കയറാൻ നീ ആരാണ്, നിനക്ക് അതിനുള്ള ഒരു അവകാശം കിട്ടിയിട്ടില്ല, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ട് അവനെ അവിടുന്ന് ഓടിക്കും. അങ്ങനെ അവന് എങ്ങടെ പോണ്ടേന്ന് അറിയാതെ അങ്ങനെ നടക്കുമ്പോൾ അവൻ അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ സംസാരം കേൾക്കും. അച്ഛനിങ്ങനെ അമ്മോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനൊരു പെൺകുട്ടീനെ അവന് കൊടുന്നത്, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ, ആ പെൺകുട്ടി പ്രഗ്നൻ്റ് അല്ലേ, എന്തിനാണ് അങ്ങനെ ഒരു പെൺകുച്ച്, കാശിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ മോനെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അവരിത്രയും രൂപ നമുക്ക് തന്നില്ലേ, എന്തൊക്കെ കാര്യങ്ങളും നമ്മുടെ നടക്കും, അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നല്ലേ ഉള്ളൂ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോന് അവളെ കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ, എന്നാലും നമ്മൾ കുടുംബം മുഴുവൻ രക്ഷപ്പെടില്ലേ, അവൻ എത്ര രൂപ തന്നേന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൻ ആകെ വിഷമവും. കാരണം അവൻ അപ്പോഴാണ് സത്യം മനസ്സിലാകുന്നത്. അവൻ അവിടെ ഇരുന്ന് പോവും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. അങ്ങനെ അവൻ അവിടെ ഇരിക്കുമ്പോൾ ആരൊക്കെ വരുന്ന സൗണ്ട് കേൾക്കും. അവർ ഈ ചെക്കൻ എവിടെ ഇരിക്കണേന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൻ കള്ള് കുടിച്ച പോലെ അഭിനയിക്കും. കാരണം അവൻ അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേന് ഒരാൾ വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ബെയിലു, അതായത് പെണ്ണിൻ്റെ ബ്രദർ. അപ്പം ബെയിലുവിൻ്റെ മേലേക്ക് ഇവൻ വീഴാണ്. അപ്പോൾ ഇവനെ അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ടിട്ട് അവൻ നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ലുഫെങ്ങാണെങ്കിൽ വീണ്ടും കള്ള് കുടിച്ച പോലെ കിടക്കുമ്പോൾ നമ്മുടെ ബെയില് പറയും മതി മതി അഭിനയം മതി പറയും. അപ്പോൾ ലുഫെങ്ങ് പറയും മനസ്സിലായില്ലേ ചോദിക്കും. അപ്പം ബെയില് പറയും എന്തായാലും നീ ഇവിടെ കിടന്നുറങ്ങിക്കോ പറയും. നോക്കുമ്പോൾ ലുഫെങ്ങിനാണെങ്കിലും ഇനി എങ്ങോട്ടും പോകാനില്ല. കാരണം അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോകാൻ വയ്യ, ലിഷയുടെ റൂമിലേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവസാനം അവൻ ഓക്കെ അവിടെ തന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കും. അങ്ങനെ പോയി കുളിക്കാൻ പറയും. അപ്പോൾ അവൻ അവിടെ ബാത്റൂമിൽ ചെല്ലുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ കൈയും കാലും കഴുകിയിട്ട് വരും. അപ്പോൾ ബ്രദർ ചോദിക്കും ഇത്ര വേഗം കുളി കഴിഞ്ഞു ചോദിക്കുമ്പോൾ അവൻ പറയും കഴിഞ്ഞു എന്ന് പറയും. നോക്കുമ്പോൾ തല നനച്ചിട്ടില്ല. അപ്പോൾ എന്താ തല നനയ്ക്കാത്ത ചോദിക്കുമ്പോൾ പറയും അയ്യോ എന്തിനാ വെറുതെ വെള്ളം കളയുന്നത്, ഞാൻ കൈയും കാലും കഴുകി, അത്രയും മതി, വെറുതെ വെള്ളം കളയണ്ട എന്ന് പറയും. അപ്പം നമ്മുടെ ബെയില് പറയും അങ്ങനെയല്ല, ഇവിടെയൊന്നും കുളിക്കാമെന്ന് പറഞ്ഞാൽ കൈയും കാലും കഴുകലല്ല, മര്യാദയ്ക്ക് കുളിക്കണം എന്ന് പറയും. എന്നിട്ട് അവൻ പോയിട്ട് കുളിച്ചിട്ട് കുളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവനൊന്നും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ബ്രദർ എല്ലാതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേലേക്ക് വെള്ളമൊക്കെ ഷവറിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഉള്ള സീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടറിയാം ബേലുവിന് എന്തോ ഒരു ലുഫാങ്ങിനോട് എന്തോ ഒരു 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 ഇത് അങ്ങനെ കുറച്ച് സീൻസ് അങ്ങനത്തെയാണ് കേട്ടോ. അങ്ങനെ അവൻ കുളിക്കുന്നു. അപ്പോഴത്തേക്കും അത് കഴിയുമ്പോൾ വന്നിട്ട് പറയും ബ്രദർ എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ബ്രദർ പറയും നാളത്തേക്ക് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇവൻ പറയും ഇല്ല എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല, എല്ലാം നനഞ്ഞു എന്ന് പറയും. അതായത് ഇന്നറടക്കം എല്ലാം നനഞ്ഞു എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെയില് വേഗം ഒരു ഇന്നർ എടുത്ത് കൊടുക്കും.
അപ്പോൾ അവൻ പ്രത്യേകിച്ച് അവന് ഒരു ബോധമില്ല തോന്നുന്നുണ്ട്. അതോ അല്ലെങ്കിൽ അവൻ എന്താണാവോ ബാത്റൂമിൽ പോയിട്ട് മാറിയാൽ മതിയായിരുന്നു. അവിടെ നിന്ന് തന്നെ അവൻ ഡ്രസ്സൊക്കെ മാറും. ഡ്രസ്സ് മാറുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് മാത്രം. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേലു ആണെങ്കിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂഫങ് ആണെങ്കിൽ അവന് കിടന്ന് ഉറങ്ങാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ലൂഫങ് ചോദിക്കും, ബ്രദർ എനിക്ക് ബ്രദറിൻ്റെയിലുള്ള ആ സി ഡി പ്ലെയർ എനിക്കൊന്ന് തരുമോ? സി ഡി പ്ലെയറിൽ കാസറ്റ് പ്ലെയർ തരുമോ ചോദിക്കും. അപ്പോൾ പറയും ഏത്? പറയും ആ കാസറ്റ് പ്ലെയർ ഇല്ലേ, എൻ്റെ സിസ്റ്റർ ചോദിച്ചു ഒന്ന് കേൾക്കാൻ തരുമോയെന്ന്. അപ്പോൾ പറയും എൻ്റെ കയ്യിൽ കാസറ്റ് പ്ലെയർ ഇല്ലല്ലോ, ഇത് സി ഡി പ്ലെയർ ആണ്, തരാലോ. അപ്പോൾ അവൻ പറയും അയ്യോ എനിക്ക് വേണ്ട, ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ, അത് വേണ്ടാന്ന് പറയും. പറയും ഇല്ല നീ എടുത്തോ, നാളെ ഉച്ചവരയ്ക്ക് സമയമുണ്ടല്ലോ, അതുവരയ്ക്ക് അവൾക്ക് കൊടുത്തിട്ട് തന്നാൽ മതി പറയും. അവനപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചും തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ബെയിലും അതിങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ചെവിയിൽ വെച്ച് കൊടുക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവൻ സ്മെൽ ചെയ്യുമ്പോൾ പറയും ഇത് മാറ്റിയില്ലോ ചോദിക്കും. അപ്പോൾ അവൻ വിചാരിക്കുന്നത് സി ഡി പ്ലെയർ പിടിച്ചത് മാറിയെന്ന് എഴുതിയിട്ട് അവൻ നോക്കും. അപ്പം നമ്മുടെ ബെയിൽ പറയും അതല്ല പറഞ്ഞത്, നീ ഹെയർ വാഷും ബോഡി വാഷും മാറ്റി ഉപയോഗിച്ചു എന്ന് പറയും. അതായത് അത്ര പോലും അവന് ഉപയോഗിക്കാൻ അറിയില്ല. അവൻ ഭയങ്കര ഒരു കൺട്രി സൈഡിൽ വളർന്നവനാണ് ലൂഫെങ്. അങ്ങനെ അവനത് കേട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി അവർ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ വീട്ടുകാർ പറഞ്ഞയക്കുന്ന പോലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കനെയും കൊണ്ടിട്ട് അവരിറങ്ങുവാണ്. അപ്പം ഇവളുടെ വീട്ടിലേക്കാണ്, ലിഷിയുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. അപ്പം അമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ നോക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ലുഫൻ ചോദിക്കും എവിടെ സി ഡി പ്ലെയർ ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയും അതെൻ്റേത് വീണ് പൊട്ടിയെന്ന് പറയും. അപ്പോഴത്തേക്ക് ലുഫൻ പറയും അത് എത്ര രൂപയുടെ സാധനമാണെന്ന് അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയുമ്പോൾ അമ്മ പറയും അതിനെന്താ, അത് നമുക്ക് വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളൂ, നിനക്ക് ആ കാശ് ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ വീണ്ടും ലുഫൻ പറയും അത് തായോ, നാശായ ശരിയാക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയും അതെൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയും. അപ്പോഴത്തേക്ക് ആകെ സീൻ ഭയങ്കര കോൺട്രയും. അപ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റർ ലിഷി ഉണ്ടല്ലോ, അവൻ്റെ ഭാര്യ, അവൻ പറയും നിങ്ങൾ അപ്പോഴത്തേക്ക് ഓരോന്ന് വന്നപ്പോഴത്തേക്ക് ഓരോ നശിപ്പിച്ചു തുടങ്ങി, അത് വെറുതെയുള്ള സി ഡി പ്ലെയർ ഒന്നുമല്ല, അത് ബേലുവിൻ്റെ അമ്മ അവന് കൊടുത്തിട്ടുള്ളതാണ്, അത്രയും വില കൂടിയ സി ഡി പ്ലെയറാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് ഈശ്വര അമ്മയ്ക്ക് മനസ്സിലാവും, ഈശ്വര ഇത്രയും വില കൂടിയ സാധനമാണോ. അമ്മ കുറേ പെങ്ങളെ തല്ലാനൊക്കെ നോക്കും, അതായത് മോളെ തല്ലാനൊക്കെ നോക്കും. അങ്ങനെ സീൻ ഭയങ്കര കോൺട്രയാവും. അപ്പോഴത്തേക്കും ബേലു പറയും എനിക്കത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചോളാം എന്ന് പറയും. അങ്ങനെ സീൻ ആകെ മോശമാവും. ബേലുവിൻ്റെ അച്ഛനാണെങ്കിലും ലിഷീനെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറ്റിയിരുത്തും. എന്നിട്ട് അവർ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല നമുക്കത് വേറെ നോക്കാമെന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ ലുഫങ്ങിനാണെങ്കിൽ ഭയങ്കര റിഗ്രറ്റായിട്ട് വയ്യ, കാരണം ബേലുവിൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതല്ലേ. അങ്ങനെ അമ്മ ലുഫങ്ങിൻ്റെ അമ്മ പറയാണ് മോനെ നോക്കണേ, അവൻ പാവമാണ്, അവനെ ഒന്നും വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെണ്ണുങ്ങളെ ചെക്കൻ്റെ വീട്ടിലേക്ക് വിടുന്ന പോലെ വിടുവാണ്. ബേലു പറയും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ടിട്ട് വണ്ടിയിൽ പോവാണ്. അപ്പോൾ അവന് ഭയങ്കര വിഷമമായിട്ടാണ് അവൻ വണ്ടിയിലേക്ക് പോകുന്നത്. അമ്മയും അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് വിഷമമുണ്ട് കേട്ടോ. ബ്രദറിനൊക്കെ ഭയങ്കര സന്തോഷം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞാൽ കുടുംബം നന്നാവുമെന്ന് അവർക്കറിയാം. അങ്ങനെ കാറിൽ കയറിയിട്ട് അവൻ ഭയങ്കര വിഷമിച്ച് പിന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും അമ്മ പിന്നാലെ കൂടി വന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ പിന്നാലെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ വേഗം പുറത്തിറങ്ങിയിട്ട് പോകുമ്പോൾ അമ്മ വേഗം അവൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കും. ഈ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഷുയുടെ അച്ഛൻ ഇവർക്ക് കൊടുത്ത കാശാണ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പറയും നീ ഇത് കയ്യിൽ വെച്ചോ, എന്താവശ്യം വന്നാലും നീ എന്നെ വിളിക്കണം, അവർ നിന്നെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ചിന്തിക്കരുത്, നീ എൻ്റെ അടുത്തേക്ക് വരണം, ഒന്നും ആലോചിക്കണ്ടെന്ന് പറയും. അങ്ങനെ അവന് ഭയങ്കര സങ്കടമാവും. അവൻ കരഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിട്ടിരിക്കും. അവൻ എത്ര വരെ കരച്ചിലായിരിക്കും. അപ്പോഴത്തേക്കും അച്ഛനും ബെയിലും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സമാധാനമായിട്ട് പോയിക്കോളൂ, വിഷമിക്കണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അമ്മ ഭയങ്കര സങ്കടത്തിൽ മോനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര ഇമോഷണൽ സീൻസാണ് രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാട്ടോ ഒരു നാട്ടുമ്പുറത്ത് വളർന്നൊരു ഫാമിലിയുടെ ഒരു സീൻസാണ്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോവാണ്. അപ്പം നമ്മുടെ ബെയിലുവിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ലുഫങ് ഇരിക്കുന്നത്. അപ്പോൾ ലുഫങ് വിഷമിക്കുന്നതൊക്കെ ബെയിലുവിന് കാണാനുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ അവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ബേലുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതായത് ലിഷിയുടെ ബേലുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്കും അവൻ ആകെ സർപ്രൈസ്ഡ് ആവും, കാരണം ഇത്രയും വലിയൊരു വീടൊന്നും അവൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ ഭയങ്കര ആശ്ചര്യത്തിൽ വീട്ടിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ ബേലു ആണ് അവനെയും കൊണ്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ലിഷി അവളുടെ വഴിക്ക് പോകുന്നുണ്ട്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവിടെ ഒരു ആൻറ്റീനെ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. ആൻറ്റി അവനെയും കൊണ്ടിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് നടത്തിക്കുകയാണ്. എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു. അവസാനം
ആൻറ്റി റൂം കാണിച്ചു കൊടുക്കുകയാണ്. റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വേലക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു തരം റൂമില്ലേ അതുപോലത്തെ റൂമാണ്. പക്ഷേ ആൻറ്റി പറയും ഒരു കാര്യത്തിലും അന്വേഷിക്കരുത്. പിന്നെ ഫ്രിഡ്ജും ബാക്കി സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇതൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ആരോടും വലുതായിട്ട് സംസാരിക്കാൻ പോവേ വലിയ കാര്യങ്ങൾ അന്വേഷിക്കരുത് പറയും. അപ്പോൾ ഇവൻ ചോദിക്കും അല്ല ലിഷി. അപ്പോൾ വേഗം ആൻറ്റി പറയും നോക്ക്, നിങ്ങളുടെ ജീവിതം രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാവുന്നവരുമല്ല. അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കുക, ഒന്നിലും ഇടപെടരുതെന്ന് പറയും. അപ്പോൾ അവന് മനസ്സിലാവും ശരിയാണ്. കാരണം ഇവിടെ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നേരം ഒരു പകരക്കാരൻ മാത്രമാണെന്നറിയാം. അങ്ങനെ ആൻറ്റി പറയും ഇനി എല്ലാം വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ വഴിക്ക് പോകും. അവനവിടെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കും. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവൻ അവൻ്റെ വീടും വിട്ട് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടാണ് അവനവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവനവിടെ സെറ്റാവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അമ്മ കൊടുത്തത് നോക്കും. അപ്പോൾ ആ പൈസ കാണുമ്പോൾ അവന് മനസ്സിലാവും ആ പൈസ മുഴുവൻ അവന് വേണ്ടിയിട്ട് അമ്മ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് അവൻ്റെ സ്ത്രീ തന്നെ അല്ലല്ലോ, പുരുഷധനം. കാശ് കാണുമ്പോഴത്തേക്കും അവന് സങ്കടം വരും. കാരണം അമ്മ അവന് തന്നെ പൈസ കൊടുത്തിരിക്കുകയാണ് വീട്ടിലേക്ക് ഉപയോഗിക്കാതെ. അങ്ങനെ അവൻ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഈ ലുഫെങ്ങും ആൻറ്റീനെ സഹായിക്കുന്നുണ്ട് ഫുഡൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റി ബെയില് വരുമ്പോൾ പറയുന്നുണ്ട് ലുഫെങ്ങും രാവിലെ തന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബെയിലു ഇരുന്നിട്ട് പറയും ഇന്ന് നിനക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ, എന്തായാലും അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറയും. അങ്കിളെന്ന് പറയുമ്പോഴത്തേക്കും ബെയിലുവിൻ്റെ അച്ഛൻ, അതായത് അവൻ്റെ അമ്മായി അച്ഛൻ. ഈ നേരത്തിൽ ഇഷ്യൂ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ലുഫെങ്ങിനെ ഒന്നും നോക്കുന്ന പോലുമില്ല, പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല, ഹസ്ബൻഡാണെന്ന് പോലുമില്ല. അങ്ങനെ നമ്മുടെ ലുഫെങ് അവൻ്റെ അമ്മായിയച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ് ഓക്കെ നിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും നോക്കും, നീ എന്തായാലും പഠിക്കണം, നിൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടില്ലാന്ന് പറയും. അപ്പോൾ അവൻ പറയും വേണ്ട വേണ്ട, ഒത്തിരി സഹായിച്ചില്ലേ, ഇനി എൻ്റെ പഠിപ്പും കൂടി ആയി നിങ്ങൾക്ക് വലിയൊരു ബർഡൻ ആവുമെന്ന് പറയും. അപ്പോഴത്തേക്കും ബെയിലും ഇതൊക്കെ കേട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല, നിന്നെ എന്തായാലും ഞങ്ങൾ പഠിപ്പിക്കും, നീ പഠിച്ചാൽ മതി. അപ്പോൾ ബെയിൽ പറയും ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനും കൂടി ട്യൂട്ടർ ചെയ്യാം, നീ പഠിച്ചാൽ മതി, പഠിച്ച് പാസ്സായാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ കുടുംബത്തിലാണെങ്കിലും മരുമകൻ എന്ന് പറയുമ്പോൾ നല്ല പഠിപ്പാണല്ലോ. അപ്പോൾ അതും കൂടി അവരുടെ മനസ്സിലുണ്ട്. പിന്നെ പ്ലസ് അവൻ്റെ അമ്മയ്ക്ക് അവർ കൊടുത്ത വാക്കുമാണ്. അങ്ങനെ ബെയില് ഭയങ്കര കംഫർട്ടായിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഇവിടെ അവനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ബെയിലുവിൻ്റെ അച്ഛനുമാണ്, സ്വന്തം വൈഫോ വേറെ ആരുമല്ല. അങ്ങനെ അവൻ ഓരോന്നും ആലോചിച്ച് അങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ബെയിലും അവിടേക്ക് വരുന്നത്. ബെയിലും അവിടേക്ക് വന്നിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് പഴയ ഡ്രസ്സുകളേ ഉള്ളൂ എന്ന് അവനറിയായിരുന്നു. അപ്പം ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ അവൻ അവിടെ തന്നെ ബെയിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓരോ ഡ്രസ്സായിട്ട് എടുക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ഡ്രസ്സ് എടുക്കുന്നു, ടോപ്പ് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബെയിലുവിൻ്റെ നോട്ടൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ബെയിലും എല്ലാം എന്താ പറയുക, യാ അത് തന്നെ. അങ്ങനെ പിന്നെ അതിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകമാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പാൻ്റ് ഇടാൻ പറയുന്നുണ്ട്. അവൻ ജീവിതത്തിൽ പണ്ടെന്നോ വാങ്ങിച്ച പാൻ്റാണ് ഇട്ട് നടക്കുന്നത്. അപ്പോൾ അവനോട് പുതിയ പാൻ്റ് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും നമ്മുടെ ബേലുവിൻ്റെ നോട്ടം ശരിയൊന്നുമല്ല. ബേലു യെസ് വീണ്ടും അങ്ങനെ വീണ്ടും അവന് ആവശ്യമുള്ള ഇന്നറും ഒക്കെ അവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം വേലു കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് ഇപ്പോൾ തോന്നിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, റെഡ് ഫ്ലാഗ് ആവാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ നമ്മുടെ ബെയിലു ട്യൂട്ടറിയാണ്. അപ്പോൾ ലുഫൻ ചോദിക്കുന്നുണ്ട് ബെയിലു നീ സയൻസും ഇതൊക്കെയല്ലേ, പിന്നെ എങ്ങനെ ഇത് പഠിപ്പിക്കുക, എൻ്റെ ആർട്സ് എന്ന് ചോദിക്കുമ്പോൾ ബെയിലു പറയുന്നുണ്ട് എനിക്കെല്ലാം പഠിപ്പിക്കാനറിയാം, നീ സമാധാനമായിട്ടിരിക്കുക പറയും. അങ്ങനെ അവനോട് പറയുകയാണ് നിനക്ക് ഇംഗ്ലീഷൊന്നും നന്നായിട്ട് അറിയില്ല ലുഫൻ, നീ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും നീ പഠിച്ചു വെക്കണം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അവന് ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് കൊടുക്കും, അതിൽ ഇംഗ്ലീഷ് കേട്ട് നന്നായി പഠിക്കാനൊക്കെ പറയും. അപ്പോൾ ഈ സമയമൊക്കെ ഇവർ ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെക്കൻഡ് എപ്പിസോഡുമായിട്ട് നാളെ വരാമെന്നാണ് വിചാരിക്കുന്നത്. വരണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിലാണ് എനിക്ക് വരാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ.